ഇനി നമുക്ക് ഇവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന 1982 മുതൽ ഗോപിയേട്ടൻ ഇവിടെ ഉണ്ട്. അന്ന് ജോയി വീഴുന്ന സമയത്തും ഗോപിയേട്ടൻ ദൃക്സാക്ഷിയായിരുന്നു. അന്ന് എന്താണ് ഗോപിയേട്ടൻ ഉണ്ടായതെന്ന് പറയാമോ? അന്ന് ഏറ്റവും കൂടുതൽ വെള്ളം വന്ന് നിറഞ്ഞു വരികയും ആ വെള്ളത്തിൽ പുള്ളിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ വെള്ളം അയാളെ വലിച്ച് താഴെ കൊണ്ടുപോകാനോ ഉണ്ടായത്. അന്ന് ഏറ്റവും ഈ ചവറ് നീങ്ങാനോ അല്ലെങ്കിൽ മാറാനോ പുള്ളിക്ക് പിടിച്ച് നിൽക്കാനോ ഒരു ഗ്രിപ്പ് പോലും ഇല്ലായിരുന്നു. ഇതൊന്നും ഒരു പക്ഷേ താന്നിരുന്നുവെങ്കിൽ അത്രത്തോളം വെള്ളം ഇങ്ങനെ പാഞ്ഞ് വരത്തക്ക ഒരു സംവിധാനം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ആളുകളെ നിയന്ത്രിക്കാൻ പരസ്പരം ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ചവറങ്ങ് ജമ്പ് ചെയ്യാം സ്വന്തമായിട്ട്. ജോയി മരിച്ചിട്ട് ഒരു മാസം കഴിയുന്ന സമയത്ത് നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ മാലിന്യം ഇങ്ങനെയൊക്കെ കുമിഞ്ഞു കൂടുകയാണ്. ജോയേട്ടൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണല്ലോ. ഇത് എത്ര ദിവസമായി ഇപ്പോൾ ഇങ്ങനെ ആവാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു 10 ദിവസത്തിനകത്ത് ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണത്. ഇത് ഇത് കുറച്ച് വാരി ഇത് അവിടെ ഇട്ടിട്ടുണ്ട്. റെയിൽവേക്കകത്ത് കുറച്ച് വാരിയിട്ട് അതിന് ഈ ഫ്ലെക്സ് ഇട്ട് മൂടിയിട്ടിട്ടുണ്ട്. ഈ സാധനം എന്ന് പറയുന്നത് നമ്മൾ ആരാണ്ട് പറയും പോലെ അവരവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കോർപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ശ്രമിച്ചാൽ വൃത്തിയാവുമെന്നതിൻ്റെ തെളിവല്ലേ മുമ്പുണ്ടായത്? തീർച്ചയായിട്ടും. അതായത് അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻ കളക്ടർ ബഹുമാനപ്പെട്ട ബിജു പ്രഭാകർ സാറ്, അദ്ദേഹമാണ് ഇവിടെ ജില്ലാ കളക്ടറായിട്ട് ഇരുന്നുവെങ്കിൽ അദ്ദേഹം പണ്ട് കൊണ്ടുവന്ന ആ ഒരു ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരൊറ്റ കുട്ടികളും ഒരു രീതിയിലും വൃത്തികേടായിട്ട് അന്നത്തെ നമ്മൾ ഈ TV കാണുന്നുണ്ട്. സുലഭമായ രീതിയിൽ ജലം പോകണുണ്ടായിരുന്നു. ചെറിയ ഹിറ്റാച്ചിയുടെ അതെ ബോഡി ഇളക്കിയിട്ട് മറ്റേതിങ്ങനെ അടിയിലോട്ട് പോയി മുഴുവനും ക്ലിയർ ആയിട്ട് ഉണ്ടായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് വളരെ ഉദ്യോഗസ്ഥൻ വേണം, എങ്കിൽ മാത്രമേ ഈ നഗരം ശുചീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ ജോയിയുടെ ഒരു മരണം അത് വല്ലാതെ ഒരു സങ്കടം ഉണ്ടായി. അത് എല്ലാവർക്കും നമുക്ക് സങ്കടം തന്നെയാണ്. കാരണം ഈ അഴുക്ക് ചാലിൽ ഇറങ്ങി ഒരാളിങ്ങനെ ഒരു ക്ലീൻ ചെയ്യാൻ നിൽക്കണമെങ്കിൽ തന്നെ അത് അയാളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. എന്നിട്ടും ഇതിങ്ങനെ ഒഴുകി വരുന്നു. അശ്രദ്ധയാണെന്ന് പറയാം. നമ്മളിപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് കവറിനെ കുറിച്ച് ഇപ്പോൾ ബോധവൽക്കരിക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഉത്ഭവിക്കുന്നിടത്തു നിന്നും നമ്മുടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബോർഡറിൽ അതിനെ പിടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ നഗരവീഥികളിൽ ഇത് കച്ചവടം ചെയ്യാൻ കഴിയില്ല. മീൻ മാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ അവരേലും കിടക്കും. ചില കടകളിൽ അടിയിലിരിക്കും. മിക്ക കടകളിൽ ഇവർ കയറി 25,000-15,000 ഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കൊണ്ടുവരുന്ന നമ്മുടെ ബോർഡറിൽ, നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ബോർഡറിൽ വെച്ച് ഇത് പിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ. നമ്മൾ സംസാരിച്ചപ്പോൾ ഗോപിയേട്ടൻ ഇതിലുള്ള വേസ്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതല്ല, ഇതിപ്പോൾ നമ്മൾ ആ ബോക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നാട്ടുകാർ എറിയണതല്ല. അതായത് നീല ബോക്സ് അതാണ് ഇത് ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്നത്. അതുപോലെ ബോള്, അതുപോലെ ഈ ഓടയുടെ സൈഡിൽ നിൽക്കുന്ന തെങ്ങിൽ നിന്ന് വീഴുന്നത്. അപ്പോൾ ഈ നെറ്റ് ഇത്രയും പോരാ, ഇത് കവർ ചെയ്യണം. ഇത് എവിടെ നിന്ന് 7 വാർഡിൻ്റെ കവർ ചെയ്ത് ഈ നെറ്റ് ഇങ്ങനെ പൂർണ്ണമായിട്ടും കവർ ചെയ്ത് വിട്ടാൽ ഒരു പരിധി കൂടുതൽ 90% വരെ ചവറ് മേളിൽ നിന്ന് വരാത്ത രീതിയിൽ കാണാൻ കഴിയും. ഇവിടെ രാത്രി കാലങ്ങളിൽ ഇവിടെ നിന്ന് ചവറ് വലിച്ചെറിയും. നമ്മളിപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിലുള്ള മാലിന്യത്തിൽ റെയിൽവേനെ കുറ്റം പറഞ്ഞതിൽ അർത്ഥമില്ല അല്ലേ? കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടി കൂടെയല്ലേ പോകുന്നത്. ഇപ്പോൾ റെയിൽവേ ഈ നെറ്റ് ആ നെറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ നെറ്റ്, അവിടെ വെച്ച നെറ്റ്, അതായത് ഈ കോർപ്പറേഷൻ്റെ അതിർത്തിയും റെയിൽവേയുടെ അതിർത്തിയും തമ്മിൽ വേർതിരിക്കുന്ന ഈ നെറ്റിന് കുറച്ചുകൂടി ആഴം വേണം എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും 4-5 അടി താഴ്ചയിൽ നെറ്റ് പോയാൽ ഇവിടെ നിന്ന് വരുന്ന ചവർ അതിനകത്ത് പോകാതിരിക്കുള്ളൂ. ആണെങ്കിൽ നിങ്ങൾ ആ മറു സൈഡിൽ പോയി നോക്കിയാൽ കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. ഇവിടെ ചവർ ഇങ്ങനെ അടഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മറു സൈഡ് കാണണേ റെയിൽവേക്കകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത്രത്തോളം താഴ്ന്നാൽ മാത്രമേ ഇവിടെ നിന്നുള്ള ചവർ പോകാതിരിക്കുള്ളൂ. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഡെയിലി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വല്ലപ്പോഴേക്ക് ആരെങ്കിലും വരും. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ആരെയും കാണാനില്ല ഇവിടെ. അന്ന് വന്നപ്പോൾ ഒരു കുഴി ഉണ്ട്, അവിടെ നികത്തണം എന്ന് പറഞ്ഞ് എന്തിനാ. പക്ഷേ ആരെങ്കിലും ഒരാൾ വിഴുന്ന് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നിച്ചുകൂടി അവിടെ ഒരു പേച്ച് വർക്ക് പോലെ എന്തെങ്കിലും ആക്കി വയ്ക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ഇതാണ് ഇതിലൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഗോപി പറഞ്ഞ് നമ്മൾ കേട്ടു. ഗോപിയേട്ടൻ പറഞ്ഞത് ഈ വെച്ച നെറ്റുണ്ടല്ലോ, ഈ കാണുന്ന നെറ്റുണ്ടല്ലോ സ്മൃതി, ഈ നെറ്റിൻ്റെ അപ്പുറമാണ് റെയിൽവേയുടെ ഭാഗം. അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാലിന്യം പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അന്നിവിടെ നെറ്റ് സ്ഥാപിച്ചത്. ഈ നെറ്റ് കുറച്ചുകൂടി ആഴത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാലിന്യം പോകുന്നത് പൂർണ്ണമായി ഒഴിവാകും എന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം, ടണലിൻ്റെ പുറത്ത് കിടക്കുന്ന ഈ വേസ്റ്റ് അതേതാണ്ട് മുഴുവനും വന്നത് ഇപ്പുറത്ത് നിന്ന് തന്നെയാണ്. കാരണം അവിടെ നിന്ന് വരാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം ആ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, സൈഡിൽ വലിയ കൂറ്റൻ നെറ്റാണ്. അതായത് പച്ച നിറത്തിൽ നമുക്ക് കാണാം കൂറ്റൻ നെറ്റാണ്. അവിടെ നിന്ന് ആർക്കും അകത്തേക്ക് വലിച്ചെറിയാൻ കഴിയില്ല. അതിനർത്ഥം ഇതിൻ്റെ അടിയിലൂടെ പോകുന്ന വേസ്റ്റ് തന്നെയാണ് അവിടെ ഉള്ളത്. ഒരുപക്ഷെ ഈ നെറ്റ് പൂർണ്ണമായി താഴ്ത്തിയിരുന്നുവെങ്കിൽ
കോർപ്പറേഷൻ വഴി വരുന്ന ഈ വേസ്റ്റ് പൂർണ്ണമായി ഇവിടെ തടഞ്ഞു നിർത്തുകയും ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്താൽ ഈ ടണൽ പൂർണ്ണമായി വൃത്തിയായി കിടക്കുകയും ചെയ്യും. അതിനുശേഷവും അവിടെ വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി നമുക്ക് റെയിൽവേയെ കുറ്റപ്പെടുത്താം. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഗേറ്റിനടിയിലൂടെ പോകാനുള്ള കാണുന്ന ദൃശ്യങ്ങൾ പ്രസാദ്, ഇപ്പോൾ ഏതായാലും ഈ 65 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു ഇറിഗേഷൻ വകുപ്പ്. പക്ഷേ ശരിയാക്കാൻ 3 മാസം സമയമാണ് തരുന്നത്. ഈ 3 മാസം എന്ന് പറയുമ്പോഴും ഇപ്പോഴും അവിടെ ഒരു പണിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വീണ്ടും ഈ വിഷയം ഞങ്ങൾ എടുത്തിടുകയാണ്. ജോയ് മരിച്ച് 1 മാസം പിന്നിടുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ചോദ്യമാണ് വരുന്നത്.